എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തോടെയായിരിക്കും വിദ്യാർത്ഥികളുടെ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം പല പാരൻസും ചോദിക്കുന്നതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിലാണോ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതേക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അത് മുഖ്യഘട്ടത്തിൽ 1, 2, 3 അലോട്ട്മെൻറ്റുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ തേർഡ് അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവും. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ തേർഡ് സപ്ലിമെൻ്ററി ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. തേർഡ് സപ്ലിമെൻ്ററി ഇല്ലെങ്കിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് സ്പോട്ട് അഡ്മിഷനൊന്നും പോയിട്ട് അപ്ലൈ ചെയ്യുകയില്ല. ആദ്യം ചെയ്യേണ്ടത് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നീട് അതിലും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ വീണ്ടും നൽകുക. അതുപോലെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അത് ഫസ്റ്റിൽ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തേർഡ് സപ്ലിമെൻ്ററി ചില സമയങ്ങളിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുക. പിന്നീട് സ്പോട്ട് അഡ്മിഷനിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ അഡ്മിഷൻ നേടാവുന്നതാണ്. അല്ലാതെ ആദ്യം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് നേരെ സ്പോട്ട് അഡ്മിഷന് കൊണ്ടുപോയിട്ട് അതിന് വെയിറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കുക, അത് കിട്ടിയിട്ടില്ലെങ്കിൽ സപ്ലിമെൻ്ററി, പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി, അതിൽ പുതുതായിട്ട് ഓരോ സപ്ലിമെൻ്ററിയിലും ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് സ്പോട്ട് അഡ്മിഷൻ. ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പാരൻസും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏകദേശം 69,000 സീറ്റാണ് ബാലൻസ് ആയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കുള്ള അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം പല പാരൻസും ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു, എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡിലോ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നേരെ സ്പോട്ട് അഡ്മിഷനാണോ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് ഫസ്റ്റിന് ശേഷം സെക്കൻഡ് ഉണ്ട്, സെക്കൻഡിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു മുഖ്യഘട്ടത്തിലാണ് ഈ ഒരു 3 അലോട്ട്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷവും എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ടം 1, സപ്ലിമെൻ്ററി ഘട്ടം 2, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1, ഫസ്റ്റ് സപ്ലിമെൻ്ററി, സെക്കൻഡ് സപ്ലിമെൻ്ററി, ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് നടത്തും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അതിന് ഓപ്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ അതായത് അതിന് ലോഗിൻ ചെയ്ത ഓപ്ഷനുകൾ, പുതിയ ഓപ്ഷനുകൾ ഓരോ സപ്ലിമെൻ്ററിക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ സമയത്ത് വേക്കൻസി പ്രസിദ്ധീകരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ അതായത് ഓരോ സപ്ലിമെൻ്ററിക്കും നിങ്ങൾ ആ സമയത്ത് ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. മുഖ്യഘട്ടത്തിൽ അങ്ങനെയില്ല. ആദ്യം ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3 അലോട്ട്മെൻറ്റുകൾ വരികയാണ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ, അത് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ മാത്രം, അതായത് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള അതായത് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ളവർക്ക് പിന്നീട് സ്കൂൾ കോഴ്സ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടി വരിക. അതുവരെ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റുകൾ നടത്തുന്നതും അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതും അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിലും കിട്ടാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ്, അത് ഏറ്റവും അവസാനമാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യത ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പ്രധാനമായിട്ടും 2 വിഭാഗത്തിനായിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യത. 2 അല്ല 3 വിഭാഗങ്ങൾക്കായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തേത് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പേ, അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷനുകൾ സമർപ്പിച്ചു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുറേ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടാതിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാതെ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച്
പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ്. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിലായിട്ട് 0 വരുന്നത്. 0 എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ നമ്പറൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കാത്തത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിന് താഴെയുള്ള, അതായത് 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ 5ാമത്തെയോ ഏതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ചില സമയങ്ങളിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് സോറി യു ഹാവ് നോ ചേഞ്ച് എന്നാണ് കാണാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ യാതൊരുവിധ ചേഞ്ചും വന്നിട്ടില്ല എന്നാണ് അതിനർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നില്ല. ചില വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടും, എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടണം എന്നില്ല. സെയിം സ്കൂളിൽ തന്നെയായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ സെയിം സ്കൂളിൽ നിങ്ങൾക്ക് മാറ്റം കിട്ടാതെ ഇരിക്കുന്ന സമയത്തും വല്ല കോഴ്സ് മാറിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും സ്കൂൾ മാറിപ്പോയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയുമാണ്. കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് ഗോട്ട് ന്യൂ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പുതിയൊരു ഓപ്ഷനിലേക്കോ മറ്റോ മാറ്റം കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ സ്കൂളിൻ്റെ പേര് മാത്രം നോക്കിയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലേ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കരുത്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ സ്കൂളിൽ മറ്റൊരു കോഴ്സൊക്കെ ചേഞ്ച് ആയിട്ടൊക്കെ വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിഭാഗം എന്ന് പറയുന്നത്, നിലവിൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ നേടി ഹയർ ഓപ്ഷൻസ് നിങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്തതുകൊണ്ട് തന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കാരണം ആ ഒരു 5ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടി ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റിമൂവ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കില്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു കോട്ടയിൽ, അതായത് ഒന്നിലധികം കോട്ടയിലായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് മെറിറ്റ് കോട്ടയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് 3 വിഭാഗങ്ങളിലും അല്ലെങ്കിൽ ഒന്നിലധികം വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അങ്ങനെ അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടാതിരുന്നത്, ആ ഒരു അലോട്ട്മെൻറ്റ് വിഭാഗത്തിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെടുകയും പിന്നീട് അതിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കോ തേർഡ് അലോട്ട്മെൻറ്റിലേക്കോ നിങ്ങളെ പരിഗണിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് SWSലും കിട്ടി, സ്പോർട്സ് വിഭാഗത്തിലും അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മെറിറ്റ് സീറ്റിൽ മാത്രമേ അഡ്മിഷൻ നേടിയിട്ടുള്ളൂ, സ്പോർട്സ് കോട്ടയിൽ ഞാൻ അഡ്മിഷൻ നേടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടുത്തെ ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് സ്പോർട്സ് കോട്ടയിൽ എന്നെ പരിഗണിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് ഏത് കോട്ടയിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ആ ഒരു കോട്ടയിൽ കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ആ ഒരു കോട്ടയിൽ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല. അതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടുന്നത് ആയിരിക്കും. ഇത്രയുമാണ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് നിലവിൽ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഫീസും എടുത്ത് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ പെർമനൻറ്റ് ആക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പെർമനൻറ്റ് വിഭാഗത്തിലേക്ക് മാറ്റുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഇനി പരിഗണിക്കേണ്ടതില്ല എന്നാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. റിമൂവ് ചെയ്യേണ്ട, അവിടെ നിലനിർത്തുക തന്നെയാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ നിലനിർത്തി അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.